കോർപ്പറേഷൻ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ്റെ ചാപ്റ്റർ 15 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് എന്നും കൂടി പറയും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ സിസ്റ്റത്തിൻ്റെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സുകളൊക്കെ അവിടെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, കോയർ ഇൻഡസ്ട്രി അങ്ങനെ സെർട്ടിൻ വില്ലേജ് ഇൻഡസ്ട്രീസുകളായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇത് സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയൽ എക്കണോമിക്ക് ഒരു വൈറ്റൽ റോൾ കൊടുത്തുകൊണ്ടായിരിക്കും ഇത് ഫോം ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ അവിടെ സ്കില്ലഡ് വർക്കേഴ്സ് ആയിട്ടുള്ള വീവേഴ്സ്, BD വർക്കേഴ്സ്, കോയർ മാർക്കേഴ്സ് ഇവർക്കൊക്കെ സ്മോൾ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ ഈ സൊസൈറ്റീസ് പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലോൺ അല്ലെങ്കിൽ മാനേജർ സബ്സിഡി വേ ആയിരിക്കും ഇവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ ഈ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ടൈപ്സ് ആണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ സപ്ലൈ ഓഫ് സർവീസ്, അങ്ങനെ രണ്ട് തരത്തിൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ടൈപ്സ് വന്നിട്ട് പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സ്കില്ലഡ് വർക്കേഴ്സിനെയൊക്കെ അവിടെ സേവ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രീസിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യുക, ലേബർ പാർട്ടിസിപ്പേഷൻ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക, ബാക്ക്വേർഡ് റീജിയൻസിനൊക്കെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, വീക്കർ സെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവരിനൊക്കെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെ അഡ്വാൻറ്റേജസ് ആയിട്ടും എഴുതാൻ പറ്റും കേട്ടോ. പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് ചെയ്യുന്ന വർക്കേഴ്സിന് കൂടുതൽ ഹെൽപ്പുകൾ കൊടുക്കുക, റോ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് SCയിലൊക്കെ ചോദിക്കുന്നത്. കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. അതിൽ 6 എണ്ണമാണ് വരുന്നത്. ഈ 6 പോയിൻറ്റും പഠിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, SCയിലൊക്കെ ചോദിക്കും. അതിൽ ഒന്നാമത്തെ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വീവേഴ്സിനൊക്കെ എൻഗേജ് ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ് വഴിയായിരിക്കില്ല. ഇവിടെ ബാർഗെയിനിങ് പവർ ഓഫ് വീവേഴ്സ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ ടെക്നിക്കൽ ഗൈഡൻസുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എയ്ഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക വീവേഴ്സിനൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒബ്ജക്ട്സുകൾ പറയുന്നുണ്ട്. ബൾക്ക് അല്ലെങ്കിൽ മെമ്പേഴ്സിന് സപ്ലൈ ചെയ്യുന്ന സമയത്ത് റോ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സെയിൽ ഓഫ് ഫിനിഷ്യൽ പ്രോഡക്ട്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസുകൾ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ഗുഡ്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ഡിസൈൻസുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നിക്കൽ അസിസ്റ്റൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൽ വരുന്ന പോയിന്റ് തന്നെയാണ്. ഹാൻഡറ്റ്സ് എന്ന് പറയും. ഹെഡ് ക്വാർട്ടർ വന്നിട്ട് തിരുവനന്തപുരത്താണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട്. ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിൽ അവർക്ക് കൊമേഴ്ഷ്യൽ ബേസിക്കുകൾക്ക് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക, ഹാൻഡ്ലൂം ഇൻഡസ്ട്രികൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ റിസോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. റോ മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യാനും അതർ റിക്വസിറ്റി ആയിട്ടുള്ള ഇൻഡസ്ട്രി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും.